വീണ്ടും നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെ ഒരു ദിവസം കൂടെ ദൈവം നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ദൈവം നമ്മെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പകർന്ന് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ സി.വി. പാസ്റ്റർ യാത്രയിലായിരിക്കുന്നല്ലോ. തക്ക സമയത്ത് സമാധാനത്തോടെ വന്നു ചേരുവാൻ ദൈവം കൃപ നൽകട്ടെ. 2 വാക്യങ്ങൾ തുടർന്നുള്ള ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഒരു വാക്ക് മാത്രം അതിൽ നിന്ന് ഇന്ന് രാവിലത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ എടുക്കുന്നു. നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം പ്രാപിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ജീവരക്ഷയ്ക്കായി നിങ്ങൾക്ക് മുൻപായി ദൈവം എന്നെ അയച്ചതാകുന്നു. 7-ാമത്തെ വാക്യം. എട്ടാമത്തെ വാക്യം മതി. 3 വാക്യത്തിലും യോസേപ്പ് പറയുന്ന ഒരു പദം ശ്രദ്ധിച്ചു കാണുമല്ലോ. ദൈവം എന്നെ അയച്ചതാകുന്നു. ദൈവം എന്നെ അയച്ചിരിക്കുന്നു. 3 നിങ്ങളല്ല, ദൈവം തന്നെ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോസ്തലൻ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കുറെ നന്മകൾ ലഭിക്കണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്. പിന്നെയോ ഇവർ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയം ഉള്ളവരായിത്തീരണം. ഈ സഭായോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവമക്കളോട് എനിക്ക് ആരംഭത്തിൽ പറയാനുള്ള സന്ദേശം ഇതാണ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം സംബന്ധിച്ച് നമ്മൾ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി സംബന്ധിച്ച് നാം നല്ല ബോധ്യമുള്ളവരായിരിക്കണം. ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ യോസേപ്പിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ആവർത്തിച്ചുള്ള 3 പദം താൻ പറയുകയാണ്. നിങ്ങൾ ആരുമല്ല ഇതിൻ്റെ കാരണം. നിങ്ങൾ ആരുമല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾ ആരും എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. പിന്നെയോ ദൈവം എന്നെ അയച്ചതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പൊട്ടക്കിണറ്റിലിട്ടെന്നുള്ളത് ശരിയാണ്, വിറ്റെന്നുള്ളത് ശരിയാണ്, തള്ളിക്കളഞ്ഞു എന്നുള്ളത് ശരിയാണ്, പൊത്തിപ്പേറിന്റെ വീട്ടിൽ വന്നു എന്നുള്ളത് ശരിയാണ്, ജയിലിൽ കിടന്നു എന്നുള്ളത് ശരിയാണ്. ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ സാധ്യതയുള്ള ഒരു വാക്കിതാണ്. ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ്റെ സഹോദരന്മാരാ. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സുഖമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാ. അവിടെ എനിക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പരിതസ്ഥിതിയിൽ എന്നെ എത്തിച്ചത് എൻ്റെ സഹോദരന്മാരാണെന്നാ പറയാൻ സാധ്യത. പക്ഷേ അവരുടെ മുഖത്ത് നോക്കി യോസേപ്പ് പറയുക, നിങ്ങളാരുമല്ല ഇതിന്റെ കാരണം, ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമാണ്. ഇന്ന് രാവിലെ അവനവന്റെ ജീവിതത്തെ നോക്കി പറയാൻ കഴിയണം. ജീവിതം കടന്നു പോകുന്നത് എത്ര താഴ്ചയുടെ അനുഭവമാണേലും,
ജീവിതം കടന്നു പോകുന്നത് എത്ര സങ്കടകരമായ അനുഭവമാണേലും ഈ രാവിലെ തിരിച്ചറിയുക, നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നാം ദൈവഹിതത്തിൽ തന്നെയാണ് നമ്മെ നടത്തുന്നത്. നമ്മുടെ ദൈവമാണ്. എവിടെ നിന്നാ താൻ പറയുന്നത്? മിസ്രൈമിൽ നിന്നോണ്ടാ പറയുന്നത്. ഒരു മടങ്ങി വരവുണ്ടായതിനു ശേഷമോ പ്രതീക്ഷിച്ചതുപോലെ എല്ലാം സുഗമമായി നടന്നതിനോ ശേഷമോ ഒന്നുമല്ല പറയുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ ഏറ്റവും പടുകുഴി കണ്ടവൻ നിന്നിട്ട് പറയുകയാണ്, നിങ്ങളല്ല, ദൈവമാണ് എന്നെ അയച്ചത്. സ്തോത്രം. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഞാൻ സഞ്ചരിച്ച വഴികളെല്ലാം ദൈവഹിതത്തിലായിരുന്നു. യോസേപ്പിനെ കുറിച്ച് ആദ്യം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, സഹോദരന്മാർ അവനോട് അസൂയപ്പെട്ടു. അവിടുന്ന് തുടങ്ങുന്നത്. 2 വാക്യം വായിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകാം. 2 അസൂയ മൂത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നു, സഹോദരന്മാർ അവനെ പകച്ചു. തീർന്നില്ല. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നു, സഹോദരന്മാർ അവനെ ഏറ്റവും പകച്ചു. പിന്നെ പറയുന്നത്, സഹോദരന്മാർ അവനെ കുഴിയിലിട്ടു. പിന്നെ വായിക്കുന്നു, അവർ അവനെ വിറ്റു. എല്ലായിടത്തും എഴുതുന്ന പദം സഹോദരന്മാർ. ഇത് ചെയ്തത് മുഴുവൻ ആരാ? സ്വന്തം സഹോദരന്മാരാ. ഇത് മുഴുവൻ അവനെതിരെ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ പറയാം പ്രിയമുള്ളവരെ, ആ മനുഷ്യൻ നിന്നിട്ട് ആ സഹോദരന്മാരുടെ മുഖത്ത് നോക്കി പറയുക, നിങ്ങൾ പകച്ചു എന്നുള്ളത് ശരിയായിരിക്കാം, നിങ്ങൾ അസൂയപ്പെട്ടത് ശരിയായിരിക്കാം, നിങ്ങൾ കുഴിയിലിട്ടത് സത്യമാണ്, നിങ്ങൾ എന്നെ വിറ്റത് സത്യമാണ്. ഇതെല്ലാം സത്യമായിരിക്കുമ്പോഴും ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ജീവിതത്തിന്റെ എന്തെല്ലാം താഴ്ചയിലൂടെ നാം പോയാലും, ജീവിതത്തിലെ ഏതെല്ലാം വൈഷമ്യമേറിയ അനുഭവത്തിലൂടെ പോയാലും, നിന്നെ മറക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കാരണം ഞാൻ അവന്റെ ഹിതത്തിലാണ്, ഞാൻ അവന്റെ ഇഷ്ടത്തിലാണ്, ഞാൻ ഇപ്പോഴും അവന്റെ പദ്ധതിയിലാണ്. അതിനുവേണ്ടി നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. അതുകൊണ്ട് പൗലോസ് പറയുക, നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം കേട്ടോ. നിങ്ങൾ ദൈവഹിതം സംബന്ധിച്ച അറിവില്ലാത്തവരാകരുത്. പൗലോസ് പിന്നെയും പറയുന്ന വാക്കിതാണ്, ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്താ? അത് നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ് ദൈവത്തിന്റെ ഹിതം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാപ്രവചനത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പ്രവാചകൻ പ്രവചിച്ച വാക്യം ഇങ്ങനെയാണ്, 43-ാം അധ്യായത്തിലുണ്ട്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്തൊരു വാക്കാ പ്രിയമുള്ളവരെ! അവനെ, സ്വന്തം പുത്രനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. വന്നെന്നല്ല, കഷ്ടം വരുത്തി. ഇന്ന് രാവിലെ ഇപ്പോഴും ഞാൻ ദൈവഹിതത്തിൽ തന്നെയാണോ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഈ രാവിലെ ഉണ്ടാകട്ടെ. 37-ാം അധ്യായം ഒന്നെടുത്ത്, ഉൽപ്പത്തി പുസ്തകം ചാപ്റ്റർ 37, 37-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ച്. 37-ന്റെ 4-5. ആ ആ ആ ആ മതി. 1-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, സ്വന്തം സഹോദരന്മാർ അവനെ പകച്ചു. ദൈവഹിതത്തിൽ എന്തുണ്ട്? എല്ലാവരും നമ്മളെ സ്നേഹിക്കും, എല്ലാവരും നമ്മളെ കൂടെ നിർത്തും, എല്ലാവരും നമ്മളെ അഭിനന്ദിക്കും, എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തല്ല ദൈവഹിതത്തിലുള്ളത്. നമ്മെ പകയ്ക്കും. നമ്മെ എല്ലാവരും എന്ത് ചെയ്യും? പകയ്ക്കും. സ്തോത്രം. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോഴും നിങ്ങൾ സന്തോഷിക്കുന്നവരാകണം. കാരണം സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു പ്രതിഫലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവൻ പറയുക, സഹോദരന്മാർ അവനെ പകച്ചു. ദൈവഹിതത്തിന്റെ വഴിയാകട്ടോ, ദൈവഹിതം നടത്തുന്ന വഴിയാ. സ്തോത്രം. 2,
എന്താ പറയുന്നത്? അവർ അവനോട് സമാധാനമായി സംസാരിക്കുന്നില്ല. സ്തോത്രം. അവർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. 18-ാമത്തെ വാക്യം വായിച്ച്. 18-ാമത്തെ വാക്യം. സമാധാനമായി സംസാരിക്കുന്നില്ലെന്നു മാത്രമല്ല, അവന് വിരോധമായിട്ട് ദുരാലോചന ചെയ്യുന്നു. എന്താ ഇവർ ആലോചന ചെയ്തെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വന്നു കഴിഞ്ഞപ്പോ മനസ്സിലായി എന്താ ആലോചന ചെയ്തത്. ഇവനെ എങ്ങനെയും തകർത്തു കളയണം, കൊന്നുകളയണം. നടക്കുന്നത് ഏത് വഴിയിലാ? ദൈവഹിതത്തിന്റെ വഴിയിലാ സഞ്ചരിക്കുന്നത്. പക്ഷെ പകയ്ക്കുന്ന ഒരു കൂട്ടം സഹോദരന്മാർ, സമാധാനമായിട്ട് പോലും സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു കൂട്ടം സഹോദരന്മാർ, തീർന്നില്ല, വിരോധമായിട്ട് കൊന്നുകളയുവാൻ, ഇല്ലാതാക്കി കളയുവാൻ പോലും പദ്ധതി ഒരുക്കുന്ന, ദുരാലോചന ചെയ്യുന്ന സഹോദരന്മാർ. ദൈവത്തിന് സ്തോത്രം. 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ അവന്റെ ഉടുപ്പ് ഊരി. എന്തിനെ കാണിക്കുന്നു? അപമാനത്തെ കാണിക്കുന്നു. അവനെ ഒന്നുമില്ലാത്തവനാക്കി കളയുക. ദൈവഹിതത്തിൽ എന്തുണ്ട് പ്രിയമുള്ളവരെ? അപമാനമുണ്ട്. ദൈവഹിതത്തിൽ അഭിമാനം മാത്രമല്ല, നാം ദൈവഹിതത്തിൽ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്തു വരും? അപമാനങ്ങൾ വരും. ദൈവത്തിന് സ്തോത്രം. മറക്കരുത്. അതുകൊണ്ട് ഞാൻ ദൈവഹിതത്തിൽ അല്ലയോ, ദൈവം കാണുന്നില്ലയോ, ദൈവം അറിയുന്നില്ലയോ, ദൈവം മാറിപ്പോയോ എന്നൊന്നും വിചാരിക്കരുത്. ഇതിനകത്ത് ദൈവഹിതത്തിൽ നടക്കുമ്പോഴും അപമാനമുണ്ട്, ദൈവഹിതത്തിൽ നടക്കുമ്പോഴും ദുരാലോചനയുണ്ട്, ദൈവഹിതത്തിൽ നാം സഞ്ചരിക്കുമ്പോഴും നമ്മളോട് സമാധാനമായി പോലും സംസാരിക്കാത്ത ആളുകൾ ഉണ്ടെന്ന് മറക്കരുത്. കുഴിയിലിട്ടു. ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ഇവിടെയാണ് യോസേപ്പിനോടൊന്ന് സംസാരിക്കേണ്ടത്. എന്താ യോസേപ്പെ പതറാതെ നിൽക്കുന്നതിന്റെ കാരണം? എന്താ യോസേപ്പെ പിന്മാറിപ്പോകാതെ നിൽക്കുന്നതിന്റെ കാരണം? എന്താ യോസേപ്പെ ദൈവത്തെ ചോദ്യം ചെയ്യാതെ നിൽക്കാൻ എങ്ങനെയാ കഴിയുന്നത്? പക്ഷെ യോസേപ്പിന് പറയാൻ കഴിയുന്ന ഒരു വാക്കുണ്ട്. ഈ ദിനങ്ങളിൽ ഒന്നിൽ പോലും എൻ്റെ ദൈവം എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ലെങ്കിലും, നീ ഇപ്പോഴും ദൈവഹിതത്തിലാ നടക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ ഒന്നുകൂടെ ബലപ്പെടുത്തിയില്ലെങ്കിലും, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ കണ്ട ഒരു സ്വപ്നമുണ്ട്, ഞാൻ കണ്ട ഒരു ദർശനമുണ്ട്, എന്നോട് ദൈവം വ്യക്തമായി ഇടപെട്ട ഒരു വാഗ്ദത്തമുണ്ട്, എന്നോട് ദൈവം പറഞ്ഞ ദൈവത്തിന് ഒരു ആലോചനയുണ്ട്. അത് നിവർത്തിയാകുന്നത് വരെ ഞാൻ ദൈവഹിതത്തിൽ തന്നെ ആയിരിക്കും. സ്തോത്രം. ഇന്ന് രാവിലെ തിരിച്ചറിയുക, കുഴിയിലെറിഞ്ഞു കളഞ്ഞാലും ദൈവഹിതത്തിന് നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. കുഴിയിലെറിഞ്ഞു കളഞ്ഞാലും ദൈവഹിതത്തിലാണ്. ഞാൻ ഈ രാവിലെ ചിന്ത നിങ്ങളോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആരോടൊക്കെയോ വളരെ ഹൃദ്യമായിട്ട് ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ജീവിതത്തിന്റെ വഴികൾ മാറി മാറി പോകുമ്പോൾ, ജീവിതത്തിലെ വാതിലുകൾ പലതും നമ്മുടെ മുമ്പിൽ അടയപ്പെടുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കാതൊക്കെ വരുമ്പോൾ, കർത്താവേ ഞാനിപ്പോഴും ദൈവഹിതത്തിലാണോ അതോ ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയോ എന്നൊക്കെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ളപ്പോൾ ഞാൻ പറയാം, ദൈവഹിതത്തിൽ അപമാനമുണ്ട്, ദൈവഹിതത്തിൽ താഴ്ചയുണ്ട്, ദൈവഹിതത്തിൽ കഷ്ടതയുണ്ട്, ദൈവഹിതത്തിൽ കുഴിയുണ്ട്, ദൈവഹിതത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദിവസങ്ങളുണ്ട്. Praise the Lord. പക്ഷേ എറിഞ്ഞ കുഴിക്കകത്തും ദൈവത്തിന്റെ കരുതലുണ്ടെന്നുള്ളതാണ് ദൈവഹിതത്തിന്റെ പ്രത്യേകത. നീ വീഴുന്ന കുഴിക്കകത്തും ദൈവത്തിന്റെ കരുതലുണ്ട്. അവർ അവനെ ഒരു കുഴിയിലിട്ട്. എന്തിനാ ഇട്ടത്? കുറച്ചു നേരം ഇട്ടിട്ട് എടുക്കാനാണോ ഇട്ടത്? അല്ല, തീർന്നു പോകാനാണ് ഇട്ടത്. പക്ഷെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ കുഴിയിൽ വെള്ളമില്ലായിരുന്നു.
സംഭവിച്ചു? അവിടെ എഴുതിയിട്ടുണ്ട്, ആ കുഴിയിൽ വെള്ളമില്ലായിരുന്നു. അതും ദൈവത്തിൻ്റെ ഒരു കരുതലാ. എത്രയോ കുഴികളിൽ ശത്രു നമ്മെ തള്ളിയിട്ടതാ, എത്രയോ കുഴികളിൽ നമ്മൾ വീണുപോയതാ. നാം പോലും പ്രതീക്ഷിച്ച ഇവിടം കൊണ്ട് തീർന്നു പോകുമെന്ന്. പക്ഷെ അവിടെയും ദൈവത്തിനൊരു കരുതൽ നമുക്കുണ്ടായിരുന്നു, അവിടെയും ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പുണ്ടായിരുന്നു, അവിടെയും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ സംരക്ഷണം നമുക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ദൈവഹിതത്തിലായിരുന്നു. ആമേൻ. രക്തബന്ധങ്ങളെല്ലാം കൈ കഴുകി. സഹോദരന്മാരെല്ലാവരും എന്ത് ചെയ്തു? കൈ കഴുകി മാറി നിന്നു. 39-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യോസേപ്പ് ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്നു. പക്ഷെ ഒരു വാക്യം, യഹോവ അവനോടുകൂടെ ഇരുന്നു. യഹോവ അവനോടുകൂടെ. ഈ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞു വിടുന്ന ഒരു ഫോർമാലിറ്റിയുടെ വാക്കല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽ നടക്കുന്ന യോസേപ്പ് ഇപ്പോൾ എവിടെ കിടക്കുക? കാരാഗ്രഹത്തിൽ കിടക്കുക. അവിടെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്: സ്വർഗത്തി സിംഹാസനത്തിൽ ഇരുന്ന ദൈവത്തിന് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവിടം വിട്ട് ഇറങ്ങി വന്ന് ഇപ്പൊ ആരുടെ കൂടെ ഇരിക്കുകയാ? ഒറ്റപ്പെട്ട് തള്ളിക്കളഞ്ഞ് അപമാനിക്കപ്പെട്ട് നിന്നെ അനുഭവിച്ച് കിടക്കുന്ന ഒരു ഏകാന്തതയിൽ കിടക്കുന്ന അവന്റെ അടുക്കൽ ഇപ്പോൾ ആര് വന്നിരിക്കുകയാ? സർവശക്തനായ ദൈവം വന്നിരിക്കുകയാ. സ്തോത്രം. യോസേപ്പ് എവിടെയാണോ കിടക്കുന്നത് അവിടെ വന്നിരിക്കുന്ന ഒരു ദൈവം. രാവിലെ ഞാൻ പറയാം, ഒറ്റപ്പെടുമ്പോൾ ഓർക്കണം, ആരും കൂടെ ഇല്ലെന്നുള്ളതാ നമ്മുടെ നിരാശയെങ്കിൽ ഇന്ന് രാവിലെ ഭാരപ്പെടണ്ട. നീ ഒറ്റപ്പെട്ടതിൻ്റെ അർത്ഥം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവന് നിന്റെ അടുക്കൽ ഒന്ന് ഇറങ്ങി വരാനാ. അവൻ കൂടെ വന്നിരിക്കുന്ന സമയങ്ങളായിട്ട് നിന്റെ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, നിന്റെ ഒറ്റപ്പെടലിന്റെ ദിവസങ്ങൾ, നിന്റെ ഏകാന്തതയുടെ മണിക്കൂറുകൾ ഇറങ്ങി വരുന്നവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്ന ഒരു സമയമായിട്ട് മാറാൻ ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെയാണ് ദൈവഹിതത്തിന്റെ ഏറ്റവും പ്രത്യേകത. ഏറ്റവും സ്നേഹിച്ച അപ്പൻ കൂടെയില്ല, കൂടെ കാണുമെന്ന് വിചാരിച്ച സഹോദരങ്ങൾ കൂടെയില്ല. എല്ലാവരും മാറിപ്പോയപ്പോൾ ഒരുത്തൻ ഇറങ്ങി വന്ന് അവൻ്റെ കൂടെ എന്ത് ചെയ്യുകയാ? ഇരിക്കുകയാ. പുറത്തു വരത്തില്ലെന്നൊക്കെ മനസ്സ് പറഞ്ഞു, പക്ഷേ വാഗ്ദത്തമുള്ളവനെ എന്ത് ചെയ്തു? യിരെമ്യാവിനെ ഒരു കുഴിയിലിട്ട് നമ്മൾ വായിക്കുന്നത്, തീർന്നു പോകാനിട്ടതാ. പക്ഷേ ദൈവത്തിന്റെ കരം അവനെ അവിടെ വെളിപ്പെട്ട് ഇറങ്ങിപ്പെട്ടു. സ്തോത്രം. 48-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, ഞാൻ വാക്കുകളെ വേഗം അവസാനിപ്പിക്കുക, സമയം എനിക്ക് തീർന്നെന്ന് എനിക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൽ വരുമ്പോൾ ഒരു വാക്കുകൂടെ വായിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ വില്ലുകൊണ്ടല്ല അവൻ അവരെ ജയിച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 49-ാം അധ്യായം 49-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്കുകൾ. ഉൽപ്പത്തി പുസ്തകം 49:23. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ദൈവത്തിന് എയ്തു, പൊരുതു, അങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പോരാട്ടമല്ലായിരുന്നു, യുദ്ധമായിരുന്നു. സാധാരണ രാജ്യം കൂടിയാ യുദ്ധം ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ യുദ്ധം മുഴുവൻ ആരോടാ? ഒരു വ്യക്തിയോടാ. പക്ഷെ പറയുകയാണ്, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. സ്തോത്രം. ഇപ്പോഴും ഞാൻ
ദൈവഹിതത്തിൽ തന്നെയാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ അകത്ത് വരണം. വഴി തുറക്കാൻ അല്പം താമസം വന്നെന്ന് വരാം, പ്രാർത്ഥനയുടെ മറുപടി വരാൻ അല്പം താമസിച്ചെന്ന് വരാം, പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടക്കുന്നില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഇപ്പോഴൊക്കെ ദൈവഹിതത്തിലാണോ എന്നുള്ള ചോദ്യം, സംശയം നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, മറന്നു പോകരുത്, ഇപ്പോഴും ദൈവഹിതത്തിൽ തന്നെയാണ്. യോസേപ്പ് എന്തൊരു ചങ്കൂറ്റത്തോടെയാ പറയും, നിങ്ങളല്ല, ദൈവം തന്നെ, ദൈവം തന്നെ, ദൈവം തന്നെ. കാരണക്കാരായി പലരെയും പറയാൻ നമുക്ക് കഴിഞ്ഞേക്കാം, പക്ഷെ അല്ല കേട്ടോ, അവരാരും അല്ല കാരണം. ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ കരമാണ് നമ്മെ നടത്തുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൻ്റെ ഹിതത്തിനായിട്ട് ഒരിക്കൽ കൂടി നമ്മെ സമർപ്പിക്കാം. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം കേട്ടോ. നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്, പിന്മാറിപ്പോകരുത്, അല്പം പോലും അവിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാകരുത്. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അന്ത്യം വരെ നടത്തുവാൻ ശക്തനാണ്. അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം. നമുക്കൊരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിൽ അടുത്ത് വരുവാൻ ഞങ്ങൾക്ക് ഈ ആഴ്ചയുടെ 1-ാമത്തെ ദിവസവും കൃപ നൽകിയല്ലോ. സംഭവകരമായ ഒരാഴ്ചയുടെ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കൃപയിൽ ദേശത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ ഭദ്രമായി പരിപാലിച്ചല്ലോ. നൽകിയ ചെറുതും വലുതുമായ സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ ഒരാഴ്ച സമാധാനത്തോടെ ജീവിപ്പാനുള്ള കൃപ നൽകണമേ. ആവശ്യമുള്ള ആത്മീയവും ഭൗതികമായ നന്മകൾ നിന്റെ ജനത്തിന് കൊടുക്കണമേ. ജോലി ചെയ്യുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ഭവനങ്ങളിലായിരിക്കുമ്പോൾ, സ്കൂളുകളിൽ കോളേജുകളിലായിരിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായ കൃപയും പരിപാലനവും സൂക്ഷിപ്പും അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. വിവിധ വിഷയങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നവരോട് കർത്താവ് മനസ്സലിയണമേ. അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യണമേ. രഹസ്യവും പരസ്യമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടി കൊടുക്കണമേ. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലിൽ സഭയായി, കുടുംബങ്ങളായി എല്ലാവരെയും പരിപാലിക്കണമേ. കർത്താവ് ഇവിടെയും നാട്ടിലൊക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും കുഞ്ഞാണ് രക്തത്തിൽ ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക മിഡിൽ ഈസ്റ്റിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നവനായിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ദൈവകരങ്ങളിൽ ലോക സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ വഹിക്കണം. പ്രത്യേക കർത്താവിൻ്റെ ദാസൻ സിബി പാസ്റ്റർക്കായി സ്തോത്രം. തൻ്റെ ദാസൻ്റെ യാത്രയിൽ കൂടിയിരിക്കണം. സൗഖ്യത്തോടെ സമാധാനത്തോടെ മടങ്ങിയെത്തുവാൻ ഇടയാക്കണം. ഞങ്ങളിപ്പോൾ മടങ്ങിപ്പോകുന്നു. മടക്കി യാത്രയിൽ കൂടിയിരിക്കണം. വാഹനങ്ങളെ കർത്താവ് സൂക്ഷിക്കണം. തമ്മിൽ കാണുന്ന സമയം വരെയും ഇമ്മാനുവേലിന്റെ ചുരകടിയിൽ ഭദ്രമായി ഞങ്ങളെ പരിപാലിക്കണം. എല്ലാറ്റിലുപരി ദൈവഹിതം സംബന്ധിച്ച് ഞങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി മുന്നേറുവാൻ ദൈവം കൃപ നൽകണം. വചനം ഞങ്ങളെ ബലപ്പെടുത്തണം, ഉറപ്പിക്കണം, ശക്തീകരിക്കണം. യേശുവിൻ പരിശുദ്ധമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ.